പ്രാർത്ഥനയെപ്പറ്റി കേട്ടുമടുത്തവരാണ് നമ്മളെല്ലാവരും. അത് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിൽ തന്നെ ഒരുപാട് ലിഖിതമായ പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ രീതികൾ ഒക്കെയുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ രീതിയാണ്. ഒരു കാമുകനും കാമുകയും കൂടി കണ്ടുമുട്ടുമ്പോൾ അവർ എഴുതി വെച്ച പുസ്തകങ്ങൾ മറിച്ചു നോക്കി എന്താണ് പറയേണ്ടതെന്ന് പറയാനായിരിക്കും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഏത് പോസ്റ്ററിൽ നിന്നുകൊണ്ട് വേണം അത് പറയാൻ എന്നൊരാൾ ചിന്തിക്കുന്നു. ഇതൊന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ അവർ തങ്ങളുടെ കണ്ണുകൾ നോക്കി അധികം സമയം ചിലവഴിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവം, ബിംബം പല തരത്തിലും രൂപത്തിലും ഒക്കെ ആകാം. പക്ഷെ ആ ദൈവത്തെ സ്നേഹത്തിൻ്റെ അഗാധത്തിൽ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിയുമ്പോഴാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചായ കുടിക്കുന്നത് പോലും പ്രാർത്ഥനയായി മാറും. അതുണ്ടാക്കി തന്ന എൻ്റെ ഭാര്യ വളരെ രുചികരമായിട്ട് എനിക്ക് പാചകം ചെയ്തു തന്നതിന് നന്ദിയായി മാറും. അതിന്ന് എനിക്ക് കിട്ടാൻ അവസരമുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലിന് നന്ദിയുണ്ടാവും. ഞാൻ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുകയും നിങ്ങളോട് പ്രാർത്ഥനയെപ്പറ്റി പറയുകയും ചെയ്യുന്നതിനെ പറ്റിയും നന്ദിയോടെ എനിക്ക് നിൽക്കാൻ സാധിക്കും. അങ്ങനെയെല്ലാം ഒരു നന്ദിയുടെ പ്രവാഹമായി മാറുമ്പോൾ മാത്രമാണ് പ്രാർത്ഥന യഥാർത്ഥമാകുന്നത്. ജീവിതത്തിൽ പച്ചയായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്.